അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം. ഈ ഒരു സിനിമയ്ക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, സാക്സിന്റെ യൂണിവേഴ്സിലെ ലാസ്റ്റ് മൂവിയാണ്. രണ്ട്, മൂവീസ് ഡയറക്റ്റഡ് ബൈ ജെയിംസ് വാൻ. സോ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. കാരണം വൺ ഓഫ് ദ കിഡിലും ആയിരിക്കും എന്നുള്ള ഒരു രീതിയിലാണ് പോയി സിനിമ കണ്ടത്. സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ എൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത്, ഈ ഒരു മൂവിക്ക് പോയതിന് പകരം അക്വാമാൻ 1 വല്ല വീട്ടിലിരുന്ന് കണ്ടാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും കാർട്ടൂൺസ് ഇരുന്ന് കണ്ടാലും അതിന് ഇതിനേക്കാളും നല്ല മികച്ച സ്റ്റോറിയും മേക്കിംഗ് ഒക്കെ ആയിരിക്കും. ഇത് ഒരിക്കലും ഒരു DC മൂവി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മറ്റേ കുഞ്ഞുകുട്ടികൾക്ക് കാണിക്കുന്ന ടെംപ്ലേറ്റ് ഓഫ് മൂവീസ് ഉണ്ടല്ലോ, അതേ സ്റ്റൈലാണ് ഈ ഒരു എൻറ്റയർ മൂവിനെ ഒരു പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സാക്സിന്റെ യൂണിവേഴ്സിലെ ലാസ്റ്റ് മൂവിയാണെന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ച് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടിയാണ്. ഇതൊരുമാതിരി ക്രിസ്മസ് ആണ്, ഒരു മൂവി വേണം, അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇറക്കിക്കോ, അങ്ങനത്തെ ഒരു വൈബി ചെയ്ത ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. അതിനിടയ്ക്ക് ഒരുപാട് ഊളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അണ്ണം പാസം, തമ്പി പാസം, അമ്മ പാസം, പോണവനെല്ലാം പാസം, സ്നേഹത്തോടെ സ്നേഹം, അങ്ങനത്തെ ഒരു സിനിമ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. എനിക്ക്, ഞാനൊരു DC ഫാൻ ബോയ് ആണ്. ഞാനാ പറയുന്നത് വൺ ഓഫ് ദ വേഴ്സ്റ്റ് മൂവീസ് ആണ്. ഭയങ്കര ഡിസപ്പോയിന്റ് ആയിരുന്നു. കാരണം ഒന്നുമില്ല സിനിമയിൽ, നമ്മളിങ്ങനെ ആലോചിക്കാനായിട്ട് പോലും ഒരു സീനോ സീക്വൻസോ അല്ലെങ്കിൽ ഡയലോഗോ ഒന്നുമില്ല. ഇതിനേക്കാളും അടിപൊളി നിങ്ങൾ അക്വാമാൻ 1 വീട്ടിലിരുന്ന് കാണുന്നതാണ്. അല്ല, എനിക്ക് അക്വാമാൻ 2 കാണണമെന്നാണെങ്കിൽ ആ ഒരു ട്രെയിലർ ഉണ്ടല്ലോ അക്വാമാൻ 2ന്റെ, അത് 2-3 വർഷം ഇരുന്ന് കണ്ടാൽ മതി. അപ്പോൾ മനസ്സിലാവും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ. സ്റ്റോറി എന്ന് പറയാനായിട്ട് ഒന്നുമില്ല കേട്ടോ സിനിമയിൽ. മറ്റേ ഫസ്റ്റ് പാർട്ടിലുള്ള അവൻ തിരിച്ച് റിവെഞ്ച് ചെയ്യാൻ വരും, അവന് കുറച്ച് പവേഴ്സ് കിട്ടും, ലാസ്റ്റ് മച്ചാൻ അടിച്ച് തൂക്കും. ഇത്രേ ഉള്ളൂ പടം, തീർന്നു, സിമ്പിൾ. സോ ഓൾറെഡി മൂവി കണ്ടവരാണെങ്കിൽ, അങ്ങനെ കണ്ടതായിട്ട് ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. ഇൻ കേസ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളെ റിവ്യൂസ് എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.